ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ രാവിലെ നമ്മൾ ചക്കയൊക്കെ അവിച്ച് തിന്നിട്ട് പായസം വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം ചവ്വരിയൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹംദ വന്ന് ബർത്ത്ഡേ ഡെക്കറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല ഡെക്കറേഷൻസിന്. പിന്നെ കിട്ടിയത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല കറുത്തതുകൊണ്ട് കുറച്ച് വെള്ള ശർക്കരയും കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചവരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണല്ലോ. ഇങ്ങനെ കാണാൻ നല്ല രസമാണത്. പിന്നെ മെയിനായിട്ട് തേങ്ങാപ്പാൽ വേണമല്ലോ. തേങ്ങയുടെ വില അനുസരിച്ച് തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ട് അട മുറത്തിലോട്ട് ഇട്ടിട്ട് അതിനെ പൊട്ടിക്കണേ. അപ്പോഴേക്കും അവിടെ അകത്ത് ഡെക്കറേഷൻസിൻ്റെ ബലൂൺസൊക്കെ പെരുക്കുകയാണ്. അങ്ങനെ ഇത് എത്ര നോക്കിയിട്ടും കയറുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഹാരിസ് അവിടെ നിന്ന് ബലൂണൊക്കെ പെരുക്കുകയാണ്. അപ്പോൾ ഓടി അടുക്കളയിലിട്ട് വന്നപ്പോഴേക്കും മാമിയും അതിനെല്ലാവരൊക്കെ വന്നിട്ടുണ്ടെന്ന്. അവരെല്ലാവരും കൂടെ സവാളയൊക്കെ അരിയണ ഇറച്ചിക്കും ചോറ്റിനൊക്കെ ആയിട്ടുള്ള. നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കുകയാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. അങ്ങനെ ബലൂൺസൊക്കെ അവർ പെരുക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നൗറി എന്തോ പറയുന്നുണ്ട്, അസീന പിറകെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഫോട്ടോസ് കെട്ടിയിടാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും അതിന് അട വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. എന്താ വേഷം കെട്ടിടുക്ക എന്താ? അങ്ങനെ നമ്മുടെ മെയിൻ ഷെഫ് ചിക്കനൊക്കെ ഇളക്കിയാണ്. വീണ്ടും അകത്ത് നോക്കിയപ്പോഴേക്കും ഫോട്ടോസൊക്കെ അവർ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹം കേട്ടോ ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യണമെന്ന്. അപ്പോഴേക്കും ചേട്ടന്മാർ സ്കൂൾ വിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവരും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആയതും ഇങ്ങോട്ടോ പോകുന്നുണ്ട്. നമ്മളെപ്പോഴും അടുപ്പ് കൂട്ടുന്ന സ്ഥലത്ത് മഴ ആയതുകൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ അകത്തോട്ടാണ് കേട്ടോ കുറച്ച് വെച്ചത്. അപ്പോഴേക്കും ചിക്കനിൽ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് മസാലകളൊക്കെ ഒത്തിട്ട് അങ്ങ് ഇളക്കി വയ്ക്കാമെന്ന് വിചാരിച്ചവർ. അതാകുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെ മസാല ഇടാനായിട്ട് തുറക്കണ്ടല്ലോ, ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി എന്ന് പറഞ്ഞാണ് ഒത്ത് വയ്ക്കുന്നത്. അങ്ങനെ കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം വന്നാലും നമ്മുടെ കാക്ക അവിടെ കാണും. കാക്കയാണ് കറിയൊക്കെ വെച്ചത്. ഇനി വേറൊന്നുമില്ല. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അവർ കറി അങ്ങ് അടച്ച് വയ്ക്കുന്നിട്ട് കറി വീത്തിയിട്ട് ചോറ് വയ്ക്കാം എന്നുള്ള ഇതിലാണ് ആലോചിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തത് ലാസ്റ്റ്. എപ്പോഴും ഈ ഇറച്ചിക്കറിയിലൊക്കെ മല്ലിയിലൊക്കെ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ആവി പറക്കുന്ന എളുപ്പം ഇട്ടിട്ട് അന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്ക് നല്ല മണവും നല്ല രുചിയായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണയുടെ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചോറ് ഊറ്റിയാണ് നമ്മൾ വയ്ക്കുന്നത്, അല്ലാതെ വെള്ളം വറ്റിച്ചെടുക്കുന്നില്ല. ഊറ്റിയെടുത്ത് ചെയ്യാമെന്ന് കരുതി. ചോറൊക്കെ ഊറ്റിക്കൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ അകത്തെ ഡെക്കറേഷൻസൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിലൊക്കെ ഫോട്ടോയൊക്കെ നൂലിലൊക്കെ കൊരുത്തിട്ട് ആ സ്മൈലിയുള്ള ബലൂൺ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ ഞാൻ അത് 5 വാങ്ങിയുള്ളായിരുന്നു. ഇനിയിപ്പോൾ ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്യാണ്. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ പൈനാപ്പിളിന് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഒരെണ്ണം 150 രൂപയും കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറ്റിലൊക്കെ പൈനാപ്പിൾ ഇട്ടാൽ ടേസ്റ്റ്, എസൻസിനേക്കാളും ടേസ്റ്റ് പൈനാപ്പിൾ നമ്മൾ നോർമൽ പൈനാപ്പിൾ ഇടുന്നതായിരിക്കും കരുതി പൈനാപ്പിൾ വാങ്ങി. പിന്നെ ഡാൽഡ കുറച്ച് ഉരുക്കി അതും ഒഴിക്കുന്നുണ്ട്. വീണ്ടും ചോറിടുന്നുണ്ട്.
ലാസ്റ്റ് പൊരിച്ച സവാള, അത് വേറൊരു ടേസ്റ്റാണല്ലേ. ആ സവാള ഇട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചാൽ അത് എവിടെ ആയാലും കാണത്തില്ലല്ലേ. വറുക്കണവർ തന്നെ തിന്നുകൊണ്ടിരിക്കും, കോരിയിടണവർ ഒരു സ്ഥലത്ത് കഴിക്കും, അല്ലെങ്കിൽ അതിന് സൈഡിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് കഴിക്കും. അത് എല്ലായിടത്തും അത് പതിവായിരിക്കും. അങ്ങനെ അതിൽ നിന്നും കൊടുത്തു. ഇതൊക്കെ ഒരു രസമാണല്ലേ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു നേരത്തെ ആഹാരമായാലും വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലേ അത്. ഉയരെ ഉയരെ സൂര്യൻ മയങ്ങിയുണരുന്നു, അകമേ അകമേ താഴെ ചിറകു വിരിയുന്നു. അപ്പോഴേക്കും മേഴ്സുമൊക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചേട്ടന്മാരോടെയൊക്കെ നിന്നിട്ട് അപ്പോഴേ കേക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ഇനിയിപ്പം കേക്ക് കൂടെ കട്ട് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ കഴിയാറായില്ലേ. സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു. ഈ കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഉഷാറ് കാണത്തുള്ളൂ. അവരുടെ ഓട്ടവും ബഹളവും ബലൂണുകൾ പെരുക്കി ഇടുന്നതിനനുസരിച്ച് പൊട്ടിക്കുകയും ഒരാഘോഷം പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇതേ ഒരുക്കാൻ കൊണ്ടിരുത്തിയിരിക്കുകയാണ് മെസ്സുവിന്. ഇതായിരുന്നു ഫൈനൽ കേട്ടോ. ഞാൻ അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡെക്കറേഷൻ ഉണ്ടായിരുന്നല്ലേ. ഇനിയിപ്പം ആശിച്ച് വാങ്ങിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട്. നല്ല ഡ്രസ്സ്, നല്ല കളറ്. പിന്നെ മാച്ചിനല്ല ഒരു മാലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വളയുണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ഗേൾ ഡാൻസിനോടൊപ്പം നമ്മുടെ ഈ ബർത്ത്ഡേ പാർട്ടി പരിപാടി അവസാനിച്ചിരിക്കുന്നു.